ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ന്യൂ വയനാട് കിച്ചൺ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നാടൻ ചിക്കൻ പെരട്ടാണ്. ഇതിന് ഗ്രേവി ഒന്നും ഉണ്ടാവില്ല. ചിക്കൻ പീസൊക്കെ നല്ല മസാല പിടിച്ച് സ്പൈസി ആയിട്ടുള്ള വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഡിഷാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ചാനൽ ആദ്യമായി കാണാൻ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചിക്കൻ പെരട്ടിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: 1 കിലോ ചിക്കൻ ചെറിയ പീസായി കട്ട് ചെയ്തത്. ഇതിൽ കുറച്ച് മഞ്ഞളും മുളകും ഉപ്പും കൂടി തേച്ച് വെച്ചതാണ്. ചെറിയ ഉള്ളി 300 ഗ്രാം തൊലി കളഞ്ഞത്. 2 സവാള തൊലി കളഞ്ഞ് ചെറിയ പീസായി മുറിച്ചത്. 5 പച്ചമുളക്, 30 ഗ്രാം വെളുത്തുള്ളി, 3 കഷ്ണം ഇഞ്ചി, ഉപ്പ് ആവശ്യത്തിന്, മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, മുളക് പൊടി 1.5 ടേബിൾ സ്പൂൺ, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല 1 ടേബിൾ സ്പൂൺ, 1/2 സ്പൂൺ ഗരം മസാല, കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂൺ, പെരിഞ്ജീരകം പൊടിച്ചത് 1/4 സ്പൂൺ, വെളിച്ചെണ്ണ ആവശ്യത്തിന്, 3 തണ്ട് കറിവേപ്പില, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, 9 ചെറിയുള്ളി ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. സ്റ്റൗ കത്തിച്ച് പാൻ വയ്ക്കാം. ചൂടായ പാനിൽ 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളി ഇട്ട് ഇത് ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ചെറിയുള്ളിയെല്ലാം ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് കോരിയെടുക്കാം. ഇത് ചിക്കൻ പെരട്ടിൻ്റെ മുകളിൽ ഗാർണിഷ് ചെയ്യാനാണ്. ഇനി അരിഞ്ഞു വെച്ച സവാള ഇടാം. കുറച്ച് കറിവേപ്പില ചേർത്ത് വഴറ്റിയെടുക്കാം. സവാള പെട്ടെന്ന് വഴന്നു വരാൻ കുറച്ച് ഉപ്പ് ചേർക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയുള്ളി ചതച്ചതിട്ട് കൊടുക്കാം. നന്നായിട്ട് യോജിപ്പിക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി മഞ്ഞൾപ്പൊടി ചേർക്കാം, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, പെരിഞ്ജീരകം പൊടിച്ചത്, കുറച്ച് ഗരം മസാല ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റാം. ചിക്കൻ മസാലയും കൂടി ചേർക്കാം. ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇതിൽ വേറെ വെള്ളമൊന്നും ഒഴിക്കണ്ട. ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും. ഇളക്കി നല്ലോണം യോജിപ്പിക്കാം.
ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഒന്നുകൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി അടച്ചു വെച്ച് ഒരു 15 മിനിറ്റ് വേവിച്ചെടുക്കാം. തുറന്ന് നോക്കാം. ചിക്കനിൽ വെള്ളമെല്ലാം നല്ലപോലെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇത് വറ്റി വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം. എണ്ണയൊക്കെ തെളിഞ്ഞ് നമ്മുടെ ചിക്കൻ വെന്ത് പാകമായിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഗ്രേവിയൊക്കെ നല്ലവണ്ണം വെന്ത് തിക്കായിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ചിക്കൻ പെരട്ട് തയ്യാറായിട്ടുണ്ട്. ഇനി സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നേരത്തെ വറുത്ത് കോരി വെച്ച ചെറിയുള്ളി ഇട്ട് ഗാർണിഷ് ചെയ്യാം. ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചാൽ അടിപൊളി ടേസ്റ്റാണ്. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. നമ്മുടെ ചിക്കൻ പെരട്ട് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ഒപ്പം ലൈക്കും ഷെയറും ചെയ്യണം. പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ കാണാം, അതിലും കൂടി ഒന്ന് പ്രസ് ചെയ്യണം. ഇനി മറ്റൊരു റെസിപ്പിയുമായി പുതിയ വീഡിയോയിൽ കാണാം. Okay, thank you. Thanks for watching.